പ്രഭാതഭേരി. ഇന്ന് നവംബർ 14 ശിശുദിനം. പ്രഭാതഭേരി ഇന്ന് കുട്ടികളോടൊപ്പമാണ്. അവരുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ആശയങ്ങൾ, സമൂഹത്തോടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, ചിറകു വിരിക്കുന്ന സ്വപ്നങ്ങൾ, പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും. നമുക്ക് കേൾക്കാം നമ്മുടെ കുട്ടികളുടെ ശബ്ദം. ഒപ്പം അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന വിദഗ്ധരും. മുണ്ടക്കായ് ദുരന്തത്തിൽ എനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് എന്റെ വല്യമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. വയനാട് മേപ്പാടി GHSS സ്കൂളിലെ +1 വിദ്യാർത്ഥി മുഹമ്മദ് ഹനി. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഉമ്മ പൂർണ്ണമായിട്ടും മണ്ണിലായിരുന്നു. ഉമ്മാനെ മണ്ണിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഞാന് ഉമ്മാനെ രക്ഷപ്പെടുത്തി. ഞാനും മണ്ണിന്റെ അടിയിലായിരുന്നു. ഞാനും എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ ബ്രേവറി അവാർഡും ഉജ്ജ്വല ബാല്യ പുരസ്കാരവും എനിക്ക് ലഭിച്ചു. തന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ആകാശവാണി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഉമ എസ് പറയുന്നത്. ആകാശവാണിയിൽ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു റേഡിയോ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നഴ്സറിയിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യം പങ്കെടുക്കുന്നത്. കഥ പറയിപ്പിക്കുക എന്താണ് ചെയ്തത് ആ സമയത്ത്. പിന്നീട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ടൈമിലായിരുന്നു കോവിഡ് വന്നത്. അപ്പൊ എനിക്കിങ്ങനെ കഥ പറയാനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ പഠിക്കുന്ന പാഠങ്ങള് വോയിസ് ഓവർ വീഡിയോസ് ആയിട്ട് അതില് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തു. അത് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് കൂട്ടുകാർ കണ്ടു. അതിനുശേഷം പിന്നെ ഞാൻ 3 വർഷം 2020, 2021, 2022 വർഷങ്ങളിൽ സംസ്ഥാന ശിശുദിനാഘോഷത്തിൽ കുട്ടികളുടെ നേതാവായിരുന്നു. യുണിസെഫിന്റെ ഇപ്പോൾ ഞാൻ യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കൂടാതെ മൈസൂരിൽ നടന്ന എൽക്കോയ് എന്ന് പറയുന്ന കാലാവസ്ഥ ഉച്ചകോടിയിലൊക്കെ പങ്കെടുക്കാനും എന്റെ ഈ ഒരു 16ാമത്തെ വയസ്സിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നതും അതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയതും ശരിക്കും റേഡിയോയും നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ക്രൈസ്റ്റ് നർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അതിഥി ഹർഷ. If you want to create a new habit, then be in an environment where it is normal. ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സിലെ ഒരു കോട്ടാണിത്. നമുക്കൊരു പുതിയ ഹാബിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്ങിൽ ജീവിക്കുക എന്നാണ് ഈ ലൈനിൽ പറയുന്നത്. നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട്സിന് അനുസരിച്ച് നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഐഡിയൽസ്, നമ്മുടെ ഡ്രീംസ് അത് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും വളരെയധികം പോസിറ്റീവ്, ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ സറൗണ്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഞാൻ SSS റൂളിലാണ് ബിലീവ് ചെയ്യുന്നത്. സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അത് പേഴ്സണൽ, പ്രൊഫഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മൂന്നുമുള്ള ഒരു വ്യക്തിക്ക് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. അതുമൂലം അവർ സെൽഫ് റെസ്പെക്ട് അച്ചീവ് ചെയ്യുകയും ചെയ്യും. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് KNM UP സ്കൂളിലെ 5ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി നിവേദ്യ ലാൽ. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ ആണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ പ്രാപ്തിയുള്ളവരാണ്. ഞങ്ങൾക്ക് ജീവിക്കാനും വളരാനും സംരക്ഷണം ലഭിക്കാനും സാമൂഹ്യ കാര്യങ്ങളിൽ പങ്കാളികളാകാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. നല്ല ഭക്ഷണം ലഭിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും മാനസികവും ശാരീരികവുമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തും. ശരിയായ അറിവും മാതൃകയും ശിക്ഷണവും വഴി ഒരു കുട്ടിയുടെ മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ബേബി ലതിക. ഇന്നത്തെ കുട്ടികൾ ഒരു പരിധിവരെ അവരുടെ നിയമത്തെ പറ്റി ബോധവാന്മാരാവുന്നുള്ളൂ. അവർക്ക് മുതിർന്ന പൗരന്മാരെ പോലെ തന്നെ കുട്ടികൾക്കും അവകാശങ്ങളുണ്ട്. അവരുടെ ഉത്തമ താല്പര്യം മുൻനിർത്തിയാണ് ഓരോ നിയമവും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ കുടുംബ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛനും അമ്മയും വേർപെടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം കൂടി കോടതി മാനിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ കോടതികൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ജുനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. അതില് അഡോപ്ഷൻ ഉണ്ട്, പോറ്റി വളർത്തലുണ്ട്, സ്പോൺസർഷിപ്പ്, ഇതെല്ലാം കൃത്യമായി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നിയമത്തിലുള്ള സംരക്ഷണം അവർക്ക് കൃത്യമായ ഉത്തമ താല്പര്യം മുൻനിർത്തി തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് ഒരു കുടുംബം, ഒരു കുട്ടി ഒരിക്കലും അനാഥമാവാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അഡോപ്ഷനും പോറ്റി വളർത്തലും എല്ലാം കുട്ടിയുടെ നിയമ സംരക്ഷണത്തിൽ പെടുന്നത്. പിന്നെ അവർക്ക് പരിരക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹവും കുടുംബവും അധ്യാപകരും ഒന്നായി തന്നെ കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. അധ്യാപിക പൂജ യു.
ഓരോ കുട്ടിയുടെയും ചിന്തകൾ രൂപീകരിക്കുന്നതിനും അവരുടെ കാഴ്ചപ്പാടുകൾ തെളിക്കുന്നതിനും എല്ലാം ശക്തമായൊരു പിന്തുണ നൽകാൻ ഓരോ അധ്യാപികയ്ക്കും അല്ലെങ്കിൽ ഓരോ അധ്യാപകനും കഴിയും. വിദ്യാലയങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രമുള്ള സങ്കേതങ്ങളായി മാറുന്നതാണ് പലപ്പോഴും കുട്ടികൾക്ക് അമിതമായ സ്ട്രെസ് നൽകുന്നത്. അവരുടെ മറ്റ് കഴിവുകൾ പാടാനും ആടാനും വരയ്ക്കാനും അതുപോലെ സാങ്കേതിക വിദ്യയിലുള്ള മികവ് തെളിയിക്കാനും ഒക്കെയുള്ള ഒരു ഇടമായി അത് മാറണം. വ്യത്യസ്തങ്ങളായ കഴിവുള്ള കുട്ടികളെ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഓരോ വിദ്യാലയങ്ങളിലും ഉണ്ടാകേണ്ടത്. അത് ഒരു കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിന് ഇടയാക്കാനും ആ സാഹചര്യങ്ങൾ സഹായിക്കും. ഒരു അധ്യാപികയിൽ നിന്ന് എപ്പോഴും ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് അവരുടെ സുഖദുഃഖങ്ങളും അവരുടെ രഹസ്യങ്ങളും അവരുടെ പരാജയങ്ങളും അവരുടെ ഭയവും എല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു വ്യക്തി. അതിനുള്ളൊരു സ്വാതന്ത്ര്യം നൽകാൻ ഓരോ അധ്യാപികയ്ക്കും കഴിയണം. കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിൽ രക്ഷാകർത്താക്കളുടെ ശരിയായ ഇടപെടൽ എങ്ങനെയാകണം? ഒരു പാരന്റിന്റെ തന്നെ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ കൂടി ഓറിയന്റഡ് ആയിട്ടാണ് കോൺഷ്യസ് പാരന്റിങ് വരിക. മനഃശാസ്ത്ര വിദഗ്ധ ആർദ്ര മോഹൻ. പണിഷ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കുട്ടികളുടെ ഇമോഷൻസും മനസ്സിലാക്കി ഇമോഷണലി കുട്ടികളെ ഇന്റലിജന്റ് ആക്കി വളർത്തുക എന്നുള്ളതും കോൺഷ്യസ് പാരന്റിങ്ങിന്റെ ഒരു റിസൾട്ടാണ്. പാരന്റിന്റെ സെൽഫ് അവയർനെസ്, അവരുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, കുട്ടിയെ ഇമോഷണൽ ഹോൾനെസ്സോട് കൂടി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പൊതുവെ നമ്മളുടെ മറ്റ് പാരന്റിങ് സ്റ്റൈലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എപ്പോഴും ഒരു ഫിയർ ഫാക്ടർ എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിയറോട് കൂടി കുട്ടിക്ക് അപ്രോച്ച് ചെയ്യേണ്ടാത്ത രൂപത്തിൽ ഒരു സേഫ് പാരന്റിങ് കൂടിയാണ് കോൺഷ്യസ് പാരന്റിംഗ് എന്ന് പറയാം. കോൺഷ്യസ് പാരന്റിംഗ് കിട്ടുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ആ കുട്ടികൾ പൊതുവെ ഇമോഷണലി ഇന്റലിജന്റ് ആയിരിക്കും. അവരുടെ കാര്യങ്ങളിൽ സെൽഫ് അവെയർ ആയിരിക്കും, സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഫോം ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും. അതായത് ബേസിക്കലി എംപത്തറ്റിക് ആവാൻ ഉള്ള സ്കില്ലും ഈ കുട്ടികളിൽ വളരെയധികം കാണും നമ്മൾ. അതുപോലെ ഇമോഷൻസ് മൈൻഡ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ എംപത്തറ്റിക് ആവാൻ പറ്റുന്നതും. പാരന്റിങ് എന്ന് പറയുന്നതിനെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടിയുടെ അച്ഛൻ, അമ്മ, ഈ രണ്ട് ഫിഗേഴ്സിൽ ആരെങ്കിലും ആയിരിക്കണം കുട്ടീനെ പാരന്റിങ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ട്രഡീഷണലി മനസ്സിലാക്കുക പെട്ടെന്ന്. പക്ഷെ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയെ ഗൈഡ് ചെയ്യാനായിട്ട്, ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള അഡൾട്ട് ഫിഗർ അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആവാം, ഫാമിലിയിലുള്ള വേറെ ഏതെങ്കിലും റിലേറ്റീവ് ആവാം. അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ ആളുകളുടെ ഇൻഫ്ലുവൻസസ് എപ്പോഴും അവരുടെ ലൈഫിലെ പല പാറ്റേൺസിലും നമുക്ക് കാണാൻ പറ്റും. ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ലിൻഡ എച്ച്. നമ്മൾ ഒ പിയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് ഒന്നുമില്ലെങ്കിൽ ഓവർ വെയിറ്റ്, അമിതവണ്ണമായിട്ട് കുട്ടികൾ കാണുന്നുണ്ട്. അത് കുട്ടികളുടെ ഈ സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സ് കൊണ്ട് ഭക്ഷണം കൂടുതലായിട്ട് ടിവിയുടെ മുന്നിലും മൊബൈൽ ഫോണിന്റെ മുന്നിലും ഇരുന്ന് മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കുന്നത് മൂലം കുട്ടികൾ അമിതവണ്ണമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇപ്പൊ തന്നെ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഇപ്പൊ തന്നെ അവർക്ക് അതൊരു ഹയർ ലെവലിലാണ് വരുന്നത്. അവരുടെ അഡൾട്ട് ലൈഫ് എത്തുമ്പോഴും ഈ പറയുന്ന പ്രഷറും ഷുഗറും ഒക്കെ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെവലിനേക്കാളും കൂടുതലായിട്ട് വരും. അതിന്റെ അർത്ഥം അവർക്ക് ഏർലി ലൈഫിൽ തന്നെ, യങ്ങർ ഏജിൽ തന്നെ അവർ ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, കുട്ടികൾക്ക് ജങ്ക് ഫുഡ് പോലെ മൈദ അടങ്ങിയ ഫുഡ്, നാര് കുറവുള്ള ഭക്ഷണങ്ങൾ, ഒരുപാട് ചിക്കൻ പോലുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ കാരണം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അധികം വെള്ളവും നാരുള്ള ഭക്ഷണമൊന്നും കഴിക്കാത്തത് മൂലം ആ പ്രശ്നം കൊണ്ടും കുട്ടികൾ ഒ പിയിൽ വരുന്നുണ്ട്. അത് കൂടാതെ സാംക്രമിക രോഗങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന പോലെ തന്നെ കാണുന്നുണ്ട്. അപ്പം ജീവിതശൈലിയും വ്യായാമവും ഉറക്കവും ഒക്കെ കുട്ടികളിലൊക്കെ ആ ഒരു രീതിയൊക്കെ പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം മാറി മാറി വരുന്നുണ്ട്. പുതുപ്പള്ളി KNM UP സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സിസിജിൻ. അവർക്ക് നടക്കാത്ത പോയ ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം തങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ നേടണമെന്നുള്ള ചില പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പല രക്ഷകർത്താക്കളും മക്കളെ വളർത്തുന്നത്. കഴിഞ്ഞ ഒരു PTA മീറ്റിംഗിൽ ഞാൻ രക്ഷകർത്താക്കളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അവർ കടം വാങ്ങിച്ചും കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കുന്നത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിക്കാറുണ്ടോ, ഉമ്മ വെക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്ക് വളരെ കുറച്ചുപേർ മാത്രമേ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞുള്ളൂ. കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാക്കണം. അവര് ഒരു 6-7 ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവരെന്താകണമെന്നുള്ള ഒരു ചിന്ത അവരിൽ തനിയെ രൂപപ്പെട്ടു വരും. അതിന് പകരം അവരെന്താകണമെന്ന് അധ്യാപകരോ രക്ഷകർത്താക്കളോ ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അവർക്ക് ചില നിലപാടുകൾ വ്യക്തമായിട്ടുണ്ട്. അല്ലാതെ എല്ലാ വിഷയത്തിനും A ഗ്രേഡ് വാങ്ങണം എന്നുള്ള ചിന്ത ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ബാലസാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത്. അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇത്തരം കഥകളും ചിത്രകഥകളും ഒക്കെ തന്നെ വായിച്ചുകൊണ്ടാണ് അവര് സർഗാത്മകതയുടെ ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വായിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് ലഭിക്കുന്ന മൂല്യങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നതിനനുസരിച്ചിരിക്കും അവരുടെ പിന്നീട് അങ്ങോട്ടുള്ള സർഗാത്മക വികാസവും അവരുടെ വ്യക്തിത്വ വികാസവും ഒക്കെ തന്നെ. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും ശുദ്ധിയോടുകൂടി തയ്യാറാക്കണമെന്ന് പറയും. അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന സാഹിത്യ കൃതികൾ. കുട്ടികൾക്ക് പൂർണ്ണ
പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിനെ ദഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ, ഒപ്പം തന്നെ അവരുടെ വ്യക്തിത്വ വികാസത്തിന് സഹായകരമാകുന്ന രീതിയിലുള്ള രചനകളായിരിക്കണം കുട്ടികൾക്ക് നൽകേണ്ടത്. ഒപ്പം തന്നെ അവരിലെ സഹജീവി സ്നേഹം, പൗരബോധം, ശാസ്ത്രബോധം, സാമൂഹിക ബോധം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മൂല്യങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ബാലസാഹിത്യം എന്ന് പറയുന്നത് ഒരു സാഹിത്യ മേഖല മാത്രമല്ല, അതൊരു അനൗപചാരിക വിദ്യാഭ്യാസ പദ്ധതി കൂടിയാണ്. കുട്ടികൾക്ക് വിശാലമായ ആകാശത്തേക്ക് പറന്നുയരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത് സമൂഹത്തിന്റെയും കൂടി കടമയാണ്. അങ്ങനെയായാൽ അവർ ഒരു സമൂഹമായി വളർന്നു വരുമ്പോൾ ഈ നാടിന് മുതൽക്കൂട്ടായി മാറും. തീർച്ച. നാളെ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഇന്നത്തെ കുട്ടികളാണ്. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. പ്രഭാതഭേരി.